കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ യു.ഡി.എഫ് ആണ് ഭരിക്കുന്നത്. കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ യു.ഡി.എഫ് ഭരിക്കുന്ന ഒരേയൊരിടം. കണ്ണൂർ കോർപ്പറേഷൻ ഉന്നമിട്ട് മുന്നണികൾ, മുഖ്യമായി 2 മുന്നണികൾ പല തന്ത്രങ്ങളും പയറ്റുകയാണ്. നിലവിലെ കക്ഷിനില എങ്ങനെയാണ്? യു.ഡി.എഫിൽ കോൺഗ്രസ് 20 സീറ്റ്, മുസ്ലിം ലീഗ് 14 സീറ്റ്, സ്വതന്ത്രൻ 1 സീറ്റ്. കോൺഗ്രസിലെ 20 പേരിൽ 2 പേർ പാർട്ടിയിൽ നിന്ന് പിന്നീട് പുറത്തായി. എൽ.ഡി.എഫിന് 19 സീറ്റാണുള്ളത്. സി.പി.എം 17 സീറ്റും സി.പി.ഐ 2 സീറ്റും എന്നിങ്ങനെയാണ് കക്ഷിനില. ബി.ജെ.പിക്ക് 1 സീറ്റാണുള്ളത്. ഇത്തവണ 56 ഡിവിഷനിൽ എൽ.ഡി.എഫിൽ 43 എണ്ണത്തിൽ സി.പി.എം മത്സരിക്കുന്നു. 6 സീറ്റിൽ സി.പി.ഐയും 3 സീറ്റിൽ ഐ.എൻ.എല്ലും മത്സരിക്കുന്നു. ആർ.ജെ.ഡി, കോൺഗ്രസ് എസ്, ജെ.ഡി.എസ്, കേരള കോൺഗ്രസ് എം എന്നിവർ ഓരോ സീറ്റിലും മത്സരിക്കുന്നു. നിർണായക ശക്തിയാകാൻ ബി.ജെ.പിയുമുണ്ട്. ബി.ജെ.പി ശക്തമായി രംഗത്തെത്തിയത് പല വാർഡുകളിലെയും ഫലം പ്രവചനാതീതമാക്കുന്നു. 12 വാർഡുകളിലെങ്കിലും ശക്തമായ ത്രികാണ മത്സരമാണ് നടക്കുന്നത്. ആരു ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ഈ വാർഡുകളിലെ ഫലം നിർണായകമാവും. യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിൽ കടുത്ത മത്സരം നടക്കുന്ന വാർഡുകളുമുണ്ട്. കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുകയെന്നത് അഭിമാന പ്രശ്നമായാണ് സി.പി.എം നേതൃത്വം കാണുന്നത്. അതിനനുസരിച്ചുള്ള തന്ത്രങ്ങളും അടവ് നയങ്ങളും പരീക്ഷിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മിക്കയിടത്തും എൽ.ഡി.എഫ് ആധിപത്യമായിരുന്നു. എന്നാൽ കണ്ണൂർ നഗരപ്രദേശത്ത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമുള്ള സ്വാധീനം ജയത്തിന് കളമൊരുക്കി. നഗരസഭയായിരിക്കെ എന്നും യു.ഡി.എഫിന്റെ ഉറച്ച കോട്ടയായി കണ്ണൂർ നിന്നതും ഇങ്ങനെയാണ്. 2015-ൽ കോർപ്പറേഷൻ ആയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ഇരുമുന്നണികളും 27 സീറ്റുകൾ വീതമാണ് നേടിയത്. കോൺഗ്രസ് വിമതൻ പി.കെ. രാഗേഷ് എൽ.ഡി.എഫിന് പിന്തുണ നൽകിയതോടെ ഭരണം ഇടതിനൊപ്പം നിന്നു. സി.പി.എമ്മിലെ ഇ.പി. ലത മേയറായി. എന്നാൽ കാലാവധി പൂർത്തിയാകാൻ 1 വർഷം മാത്രം ശേഷിക്കെ മേയർക്കെതിരെ യു.ഡി.എഫ് കൊണ്ടുവന്ന അവിശ്വാസപ്രമേയം പാസായി. പി.കെ. രാഗേഷ് വീണ്ടും യു.ഡി.എഫ് ക്യാമ്പിലെത്തിയതോടെയാണ് രാഷ്ട്രീയ ചിത്രം മാറിയത്. അതോടെ കോർപ്പറേഷൻ ഭരണം എൽ.ഡി.എഫിന് നഷ്ടമായി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും 2015-ന് സമാനമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. പി.കെ. രാഗേഷ് വീണ്ടും കോൺഗ്രസിന് പുറത്താണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയവർ ചേർന്ന് രൂപീകരിച്ച ഐക്യജനാധിപത്യ സംരക്ഷണ സമിതി രാഗേഷ് ഉൾപ്പെടെ 12 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. ഇത് യു.ഡി.എഫിന്റെ ജയസാധ്യതയെ എങ്ങനെ ബാധിക്കുന്നുവെന്നത് പ്രധാനമാണ്. ചെറിയ വോട്ടുകൾക്ക് ഫലം നിർണ്ണയിക്കപ്പെടുന്ന ഡിവിഷനുകളിൽ സമിതി പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാവുമെന്ന കണക്കുകൂട്ടലാണ് സി.പി.എമ്മും ബി.ജെ.പിയും. വാർഡ് പുനർനിർണയം നടത്തിയപ്പോൾ അതിർത്തികളിൽ വന്ന മാറ്റവും ഗുണം ചെയ്യുമെന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. റിട്ടയർഡ് എ.സി.പി. ടി.കെ. രത്നകുമാറിനെ എൽ.ഡി.എഫ് ശ്രീകണ്ഠപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയത് വിവാദമായിട്ടുണ്ട്. പി.പി. ദിവ്യയുടെ കേസുമായി ബന്ധപ്പെട്ട് ഉപകാരസ്മരണ കാണിച്ചുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ രത്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സി.പി.എമ്മിന് അഭിമാനമുണ്ടെന്നാണ് സി.പി.എം ജില്ലാ സെക്രട്ടറി കെ.കെ. രാഗേഷ് പറയുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ രൂപീകൃതമായ ശേഷം 2 ഭരണസമിതികൾ മാത്രമാണ് അധികാരത്തിൽ വന്നത്. എങ്കിലും 5 മേയർമാരും 4 ഡെപ്യൂട്ടി മേയർമാരും ചുമതല വഹിച്ചു. എന്നാൽ 2020-ൽ പ്രതാപം തിരിച്ചുപിടിച്ച യു.ഡി.എഫ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിലെത്തിയത്. കോർപ്പറേഷനിൽ ബി.ജെ.പി ആദ്യമായി അക്കൗണ്ട് തുറക്കുന്നതും ആ തെരഞ്ഞെടുപ്പിലാണ്. യു.ഡി.എഫിന്റെ സീറ്റായിരുന്ന പള്ളിക്കുന്ന് ഡിവിഷനിലാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി ജയിച്ചത്. അന്തിമ വോട്ടർ പട്ടികയിൽ കോർപ്പറേഷനിൽ 1,91,700 വോട്ടർമാരാണുള്ളത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ടർമാരുടെ എണ്ണത്തിൽ 135 പേരുടെ കുറവ്. വോട്ടർമാരിൽ 87,122 പുരുഷന്മാർ. സ്ത്രീകൾ 1,04,578. വാർഡ് പുനർനിർണയം നടത്തിയപ്പോൾ അതിർത്തികളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ 56 ഡിവിഷനായി. കാഞ്ഞിരയാണ് പുതുതായി വന്നത്.